പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുരേഷ് റിയൂസ് കപ്പിൽ നിന്നും. ആദ്യം തന്നെ പറയട്ടെ, ഇത് നമ്മുടെ കടയിൽ വിൽക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഒരു പോർട്ടബിൾ ഓക്സിജൻ മെഷീനാണ്. ഇൻവേർട്ടർ ഓട് ചേർന്ന് 1000 വാട്ട്സിൻ്റെ. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനായിട്ട് എനിക്ക് അത്ര അറിവുള്ള ആളല്ല. അപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കടയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കട ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് പുളിയൻമല എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM-നോട് ചേർന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുമളി റൂട്ടിൽ ഗ്രീൻ ഹൗസ് ഓഡിറ്റോറിയത്തിനോട് ചേർന്നാണ് നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മളെ വീഡിയോഗ്രാഫിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിദഗ്ധരൊന്നുമല്ല. നമുക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ വിമർശനങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വിമർശനങ്ങളെ നമ്മൾ തരണം ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സെയിൽ ചെയ്യാൻ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ വാഗമണ്ണിൽ അങ്ങാണ്ടുള്ള ഒരു ചേട്ടന് നമ്മളെ വിശ്വസിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത്രയും വിലയുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ആ വിശ്വാസ്യത നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് കാണിക്കും. നമ്മൾ ചെയ്യുന്നത് വാങ്ങാനായിട്ട് വരുന്ന ആൾക്ക് കൺവിൻസ് ആയ ഒരു വില, അതായത് ഞാനല്ല വില തീരുമാനിക്കുന്നത്. വീണ്ടും വീണ്ടും പറയുന്നു, ഞാനല്ല ഇതിൻ്റെ വില തീരുമാനിക്കുന്നത്. ഇതിൻ്റെ വില തീരുമാനിക്കുന്നത് ഇത് വിൽക്കാൻ ആരാണോ നമ്മളെ ഏൽപ്പിച്ചത് അവരാണ് ഇതിൻ്റെ വില തീരുമാനിക്കുന്നത്. അപ്പം ഇത് വാങ്ങാൻ വരുന്ന ആളെ കൊണ്ട് നമ്മൾ വിൽക്കാൻ നമ്മളെ ഏൽപ്പിച്ച ആളെ വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് മീഡിയേറ്റർ മാത്രമേ നമ്മൾ ഇതിനകത്താകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് ഒരു വിലയും തീരുമാനിക്കുന്നില്ല. നമ്മൾ കൂടുതൽ വില ഇടുന്നുമില്ല. നമുക്ക് ഈ വിൽക്കാൻ ഏൽപ്പിക്കുന്ന ആൾ തരുന്നൊരു കമ്മീഷൻ, പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടിക്കൂലി, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് നമ്മൾ കൂടുതൽ പൈസ മേടിക്കുന്നെന്നും. അല്ലെങ്കിൽ അങ്ങനെ ചില ആൾക്കാർ ധരിക്കുന്നുണ്ട് നമ്മുടെ കൊണ്ടുവന്ന് തരുന്നത് നമ്മളിത് വാങ്ങി. നമ്മൾ ഒരിക്കലും ഇത് വില കൊടുത്ത് വാങ്ങി വെക്കുന്ന സാധനങ്ങളല്ല. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കടയിൽ ഏൽപ്പിക്കുന്ന സാധനങ്ങളാണ്. ആ സാധനങ്ങൾ വിറ്റ് നമ്മൾ അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും ചെയ്യും. അത് വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാവുന്നതാണ്. വിൽക്കാൻ പറ്റുന്ന സാധനം നമ്മൾ വിറ്റ് കൃത്യമായിട്ടും വിറ്റാൽ ഈ കൊണ്ടുപോകുന്ന പാർട്ടി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും. കൊണ്ടുപോകുന്ന ആ പാർട്ടിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ തരുന്ന പൈസ അവർ തരുന്ന പൈസ കൊടുക്കത്തുള്ളൂ. അവർക്ക് ഉപയോഗയോഗ്യമല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് ഞാൻ എൻ്റെ പൈസ ഈ തരുന്ന പൈസ തിരിച്ചു കൊടുക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൊണ്ടുവന്ന് തരുന്ന ആൾ പൈസ വാങ്ങുന്ന ആൾക്ക് പൈസ അയാളുടെ നിന്ന് വാങ്ങിയിട്ടേ നമ്മളിത് കൊടുക്കത്തുള്ളൂ. അയാൾ അവിടെ ചെന്ന് ഉപയോഗിച്ച് നോക്കി അയാൾ ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കൊണ്ടുവന്ന് തന്ന ആൾക്ക് പൈസ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇനിയും അങ്ങനെ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുമായി ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.